ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ പ്രതാപൻ. ഇന്ന് മഹാത്മാഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കയിലെ വക്കീൽ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. 1893 മുതൽ 1903 വരെ മഹാത്മാഗാന്ധി സ്വതന്ത്ര വക്കീലായിട്ട് അവിടെ പ്രവർത്തിച്ചു. വളരെ തിരക്കുള്ള ഒരു വക്കീലായിരുന്നു. ഏറ്റവും കൂടുതൽ ഫീസ് അല്ലെങ്കിൽ ഏൺ ചെയ്തിട്ടുള്ള ഒരു വക്കീലുമാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. ഈ വക്കീൽ ജീവിതത്തോടൊപ്പം അദ്ദേഹം പ്രധാനമായിട്ടും കോൺസെൻട്രേഷൻ കൊടുത്തത് ഈ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിന് വേണ്ടിയാണ്. പ്രതികളും വാദികളും ആയിട്ട് തമ്മിലുള്ള അസ്വാരസ്യം വർഷങ്ങളോളം നീണ്ടുപോകുന്നത് കൊണ്ട് അവർക്ക് സാമ്പത്തികമായും സാമൂഹികമായും നഷ്ടം മാത്രമാണ് ഉണ്ടാകുന്നത് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരതിനെ സമ്മതിക്കുകയാണെങ്കിൽ അവർ തമ്മിലൊരു സെറ്റിൽമെൻറ്റിൽ എത്തുന്ന അവസ്ഥയുണ്ട്. ഗാന്ധിജി ആദ്യമായി ഒരു കേസ്, അബ്ദുള്ള സേത്തിൻ്റെ കേസിന് വേണ്ടി സൗത്ത് ആഫ്രിക്കയിൽ പോയി. അബ്ദുള്ള സേത്തും അദ്ദേഹത്തിൻ്റെ സഹോദരനുമായിട്ടായിരുന്നു വർഷങ്ങളായി നീണ്ടുനിന്ന കേസ്. ആ കേസ് നടത്തുന്ന പ്രധാന വക്കീൽ ഒരു ഇംഗ്ലീഷുകാരനാണ്. ഇംഗ്ലീഷും കക്ഷികൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ കക്ഷികളും വക്കീലുമായിട്ടുള്ള ആ സംസാരത്തിന് ഒരു ഇംഗ്ലീഷും ഗുജറാത്തിയും അറിയാവുന്ന ഒരു വക്കീൽ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഗാന്ധിജി അവരെ സെലക്ട് ചെയ്തത്. അത് ഒരു വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരുന്നു. ആ കേസ് അദ്ദേഹം ഔട്ട് ഓഫ് കോർട്ട് ആയിട്ട് സെറ്റിൽ ചെയ്തു. അതുകൊണ്ട് രണ്ടുപേർക്കും സന്തോഷമായി, രണ്ടുപേർക്കും സാമ്പത്തിക ലാഭവും ഉണ്ടായി. അതിനുശേഷം ഗാന്ധിജി അവിടെ തുടരാൻ ആ നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം അവിടെ ഒരു വക്കീൽ ഓഫീസ് സ്ഥാപിക്കുകയും നാട്ടുകാർ അദ്ദേഹത്തിന് അനേകം കേസുകൾ കൊണ്ടു കൊടുക്കുകയും ചെയ്തു. ഈ കേസുകളിലെല്ലാം സത്യവും നീതിയും പുലരണം, മനുഷ്യ ദുരിതം അകറ്റണം, ഇതാണ് അദ്ദേഹത്തെ നയിച്ചു കൊണ്ടിരുന്ന ചില പ്രിൻസിപ്പിൾ. അതിനുവേണ്ടി കോടതിയല്ല, കോടതിക്ക് മുകളിലെ ഒരു ആൾമൈറ്റി യുടെ മുന്നിൽ നിങ്ങൾ സത്യസന്ധരാകണം എന്നാണ് അദ്ദേഹത്തിൻ്റെ വക്കീൽ ജീവിതത്തിൽ നയിച്ചു കൊണ്ടിരുന്ന പ്രിൻസിപ്പൽ. അതുപോലെ ക്യാപിറ്റൽ വധശിക്ഷയ്ക്കും അദ്ദേഹം എതിരായിരുന്നു. ജീവൻ നൽകിയ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ, മനുഷ്യർക്ക് അതിനുള്ള അധികാരമില്ല എന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അത് അദ്ദേഹം ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് എതിരായിരുന്നു. 1903, അതായത് 10 വർഷം അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു വക്കീലായി പ്രവർത്തിച്ചു. 1904 അദ്ദേഹം ഫീനിക്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, ഡർബാനിലാണ് വക്കീലായിട്ട് അദ്ദേഹം കൂടുതലും പ്രവർത്തിച്ചിട്ടുള്ളത്. ട്രാൻസ്വാളിലായിരുന്നു. അവിടെ നിന്ന് മാറി ഡർബാനിൽ ഉൾപ്രദേശത്തേക്ക് പോയി 100 ഏക്കർ സ്ഥലം അദ്ദേഹം വാങ്ങുകയും അവിടെ ഒരു ആശ്രമം പോലെയുള്ള ഒരു സെറ്റിൽമെൻറ്റ് തുടങ്ങുകയും ഉണ്ടായി. ഈ ഡർബാനിൽ താമസിക്കുമ്പോഴും അദ്ദേഹം ട്രാൻസ്വാളിലെ കോടതികളിലേക്ക് നടന്നു പോകുവാൻ ഏതാണ്ട് വൺ സൈഡ് മാത്രം ഏതാണ്ട് 40 കിലോമീറ്ററോളം ഉണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് നടന്ന് കോടതിയിൽ പോയി വൈകുന്നേരം നടന്ന് തിരിച്ചു വരുമായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫീനിക്സ് സെറ്റിൽമെൻറ്റിൽ അദ്ദേഹം താമസിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഒരു വക്കീൽ എന്നതിൽ നിന്നും ഒരു കർഷകൻ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തിനൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ 10 വർഷം അദ്ദേഹം ഈ ഫീനിക്സ് സെറ്റിൽമെൻറ്റിൽ താമസിക്കുകയും അതോടൊപ്പം വക്കീൽ പണി തുടരുകയും ചെയ്തിരുന്നു.
അദ്ദേഹത്തെ പലരും കൂലി ബാരിസ്റ്റർ എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ത്യക്കാരനെ, വെളുത്ത വർഗ്ഗക്കാരനല്ലാത്തവരെല്ലാം കൂലികൾ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ കൂലികൾ എന്നാണ് വിളിച്ചിരുന്നത്. കൂലി ബാരിസ്റ്റർ അല്ലെങ്കിൽ മാഡ് യങ് ബാരിസ്റ്റർ എന്നും ചിലർ വിളിക്കുമായിരുന്നു. പക്ഷേ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ നീതി പുലരണമെങ്കിൽ അവിടെ ഒരു വാദിക്കും പ്രതിക്കും നീതി കിട്ടണം. ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ നീതിയും ന്യായവും നടപ്പാവുകയുള്ളൂ എന്നാണ്. ഇതിൻ്റെയൊക്കെ ആത്യന്തിക ലക്ഷ്യം മനുഷ്യ ദുരിതങ്ങൾ അകറ്റുക എന്നതാണ്. അതിനുശേഷം ഏതാണ്ട് ഒരു 1910 ആയപ്പോഴേക്ക് അദ്ദേഹം ടോൾസ്റ്റോയ് ഫാം ജോഹന്നസ്ബർഗിലേക്ക് പോയി. അതായത് വക്കീൽ പണി ആരംഭിച്ചത് ട്രാൻസ്വാളിലും ഫീനിക്സ് സെറ്റിൽമെൻറ്റ് ഡർബാനിലും. ടോൾസ്റ്റോയ് ഫാം 1100 ഏക്കർ സ്ഥലമുള്ള ഒരു ഫാമാണ്. ജോഹന്നസ്ബർഗിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അവിടെ ഈ ഗാന്ധിജിയോടൊപ്പം ഈ ഡർബാനിലെ ഈ ഇൻഡെങ്ചേർഡ് ലേബറേഴ്സ് ആയിട്ടുള്ള 2000-ഓളം ആൾക്കാരുമായിട്ടൊരു മാർച്ചായിട്ട് നടന്ന് ആണ് 40 കിലോമീറ്റർ ദൂരം നടന്ന്, അത് 1, 2, 3, 4 ദിവസം കൊണ്ടാണ് അത് നടന്നത്. പുരുഷന്മാരും വയസ്സായവരും സ്ത്രീകളും കുട്ടികളുമൊക്കെ ഉൾപ്പെട്ട ഒരു വലിയൊരു സംഘമാണ് നടന്നുകൊണ്ടുപോയി. നടന്ന് അവർ ഈ ടോൾസ്റ്റോയ് ഫാമിൽ വന്ന് താമസിക്കുകയുണ്ടായി. ടോൾസ്റ്റോയ് ഫാമിലെ 1100 ഏക്കർ സ്ഥലം യഥാർത്ഥത്തിൽ ഈ കല്ലൻബ എന്ന് പറഞ്ഞൊരാൾ സംഭാവന ചെയ്തതാണ്. അതൊരു ബാരൻ ലാൻഡാണ്. അവിടെ മരങ്ങളൊന്നും അധികമില്ലായിരുന്നു, കുറ്റിക്കാടുകളായിരുന്നു, അല്ലെങ്കിൽ വെളി പ്രദേശമായിരുന്നു. പക്ഷെ അതിനകത്ത് തന്നെ 1-2 കുളങ്ങളുണ്ടായിരുന്നു, വെള്ളമുണ്ട്. അപ്പോൾ ഈ 1000-ലധികം ആൾക്കാർ അവിടെ വന്ന് കുടില് കെട്ടി അവിടെ താമസിച്ച് മരങ്ങൾ നട്ട് കൃഷി ചെയ്ത് അതൊരു ഫാമായിട്ട് വളരുകയുണ്ടായി. സെൽഫ് സഫിഷ്യൻറ്റ് ഫാമായിട്ട് അത് വളരുകയുണ്ടായി. അവിടെ മഹാത്മാഗാന്ധി ഈ ആരോഗ്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും ഒക്കെ വളരെയധികം പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി.